Hi, good evening, everyone. എൻ്റെ വോയിസ് ഓഡിബിൾ ആണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഫ്രീ വെബിനാറിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മാസം നമ്മൾ റിന്യൂ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിന് മുന്നോടിയായിട്ട് 2024 ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം ഇതിനെക്കുറിച്ച് നമ്മളൊരു ഫ്രീ വെബിനാർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോളോഡ് ബൈ റിന്യൂ പ്രോഗ്രാം. ആൻഡ് താങ്ക് യു വെരി മച്ച്. ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ഒരു നമ്മുടേതായ ഒരു ട്രെയിനിങ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു ആശയം. സോ വെൽത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ മലയാളി ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കപ്പെടുന്ന, ഏറ്റവും എളുപ്പത്തിൽ മണ്ടന്മാരാകുന്ന, ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കപ്പെടാൻ നിന്നുകൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്ന ഒരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഓൺട്രപ്രണർ, ആസ് എ ബിസിനസ് കോച്ച്, ആസ് എ ട്രെയിനർ, ഒരു വെൽത്തി കമ്മ്യൂണിറ്റി ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെൽത്തി കമ്മ്യൂണിറ്റി, വളരെ പോസിറ്റീവായിട്ട്, വളരെ ഇൻസ്പയർഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഒരു വെൽത്തി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു വിഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. വെൽത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ കുറച്ച് വാല്യൂ അഡീഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല പല ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടായിരിക്കും. വെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും, ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കും, സക്സസിനെ കുറിച്ച് സംസാരിക്കും, ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്സും നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളത് കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടാവും. എല്ലാവരോടും വെൽത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം സമ്പത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ കൃത്യമായി കുറെ കൂടി ബെറ്റർ ആയിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരിക്കൽ കൂടെ എല്ലാവരെയും വെൽത്ത് വിസ്ഡം എന്ന് പറയുന്ന ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സുഹൃത്ത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. അവർക്ക് നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച വേണം, ഒരു മാറ്റം ഉണ്ടാവണം, ഫിനാൻഷ്യലി അല്ലെങ്കിൽ വെൽത്ത് വൈസ് അവർക്കൊരു ഗ്രോത്ത് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ വെൽത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അവിടെ മണി മാത്രമല്ല, കാശ് മാത്രമല്ല. കാശിനെ നമ്മൾ മണി എന്നാണ് പറയുന്നത്, അല്ലെ? പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ മണി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമല്ല. വെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മണി ഉണ്ടാവണം, ഹെൽത്ത് ഉണ്ടാവണം. നമ്മൾ പറയാറുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവണം, നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവണം. അപ്പോൾ ഇഷ്ടം പോലെ സമയവും പണവും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും നമ്മുടെ ആരോഗ്യവും ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വെൽത്ത് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 തരം വെൽത്ത് ഉണ്ട്, 5 ഫോംസ് ഓഫ് വെൽത്ത് ഉണ്ട്. അപ്പൊ 5 തരത്തിലുള്ള വെൽത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണം ആദ്യം. കാരണം ഈ 5 തരത്തിലുള്ള വെൽത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ വെൽത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിനാൻഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് മണി. അതാണ് ആദ്യത്തെ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. മണിയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മണിയാണ്. ഓക്കെ,
ദെൻ രണ്ടാമത് നമ്മൾ പറയുന്നത് സോഷ്യൽ വെൽത്ത് ആണ്. സോഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ സ്റ്റാറ്റസ് ആണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സ്റ്റാറ്റസിനെയാണ് നമ്മൾ സോഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈം വെൽത്ത് എന്താണ്? സമയത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ടൈം വെൽത്ത് എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ ടൈം ഫ്രീഡം നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ വെൽത്ത് എന്താണ്? ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അത് നമ്മളുടെ ഹെൽത്ത് ആണ്. ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്ത് ആണ്. പിന്നെ ഒരു വെൽത്ത് കൂടെ ഉണ്ട്, അതാണ് നമ്മളുടെ സ്പിരിച്വൽ വെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ മനസ്സമാധാനം അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇന്നർ പീസ്, മനസ്സമാധാനം. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നർ പീസ് അല്ലെ, മനസ്സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മളുടെ വെൽത്തിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. 5 രീതിയിലാണ് വെൽത്ത് നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് കഴിയുക. ഇതിൽ ഏതൊക്കെ വെൽത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പം മണി വേണം നമുക്ക്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് നമുക്ക് വേണം, ഫ്രീഡം നമുക്ക് വേണം, ഹെൽത്ത് നമുക്ക് വേണം, ദെൻ ഇന്നർ പീസ്, മനസ്സമാധാനം അല്ലെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് വേണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കഴിഞ്ഞ ഫ്രീ വെബിനാറിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ശരിക്കും വേണ്ടത് എന്താണോ അതിന് റിസൾട്ടായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ഷന്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ആ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മളുടെ ആക്ഷനിലൂടെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ എൻജോയ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിനു മുൻപ് നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ റിസൾട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ആക്ഷനിൽ നിന്നാണ്. ഈ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. ഈ ആറ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ചിന്തയിൽ നിന്നാണ്. ഈ ചിന്ത വരുന്നത് നമ്മളുടെ ഒരു ഫീലിങ്സിൽ നിന്നാണ്. ഈ ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ പ്രോഗ്രാമിംഗിൽ നിന്നാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ നമ്മളുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഫാമിലി, മീഡിയ, കൾച്ചർ, നമ്മുടെ റിലീജിയൻ, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതിലൂടെ ഒക്കെ നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരും. അതിൽ നിന്നാണ് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് നമ്മളുടെ തോട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ തോട്ട്സിനനുസരിച്ചാണ് നമുക്കൊരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഉണ്ടാവുന്നത്. ആ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവുന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഫെയിലിയർ ആവുന്നതും. ഇവിടെ ബഹുഭൂരിഭാഗം ആളുകളും, ലോകത്തൊരു 90% ആളുകളും ഈ ഒരു കാറ്റഗറിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന സമയത്ത് 10% ആളുകൾ മാത്രമാണ് ഈ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ 90% ആളുകളും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പ്രിന്റർ പോലെയാണ്. അവർ പിന്നെയും പ്രിന്റ് എടുത്തുകൊണ്ടേയിരിക്കും. ആ എടുക്കുന്ന പ്രിന്ററിൽ അവർക്ക് കിട്ടുന്ന റിസൾട്ടിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവരത് തിരുത്താതെ അവർ വീണ്ടും ആക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അവർക്ക് വീണ്ടും അവരുടെ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം അവർക്ക് ഈ ആക്ഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ കമ്പ്യൂട്ടറിൽ മാറ്റം വരുത്തുമ്പോഴാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീക്രട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് റീപ്രോഗ്രാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന സമ്പത്തിനെ കുറിച്ചുള്ള അവരുടെ പ്രോഗ്രാമിംഗ്, സമ്പത്തിനെ കുറിച്ചുള്ള അവരുടെ ചിന്താ രീതി അല്ലെങ്കിൽ ഒരു തോട്ട് പാറ്റേൺ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അതായത് സമ്പത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ സമ്പന്നനാവുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ടഫായിട്ടുള്ള, ഒരിക്കലും നേടാൻ കഴിയാത്ത, വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ പ്രോഗ്രാമിംഗ് സെറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണി എന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും. ലക്ഷറി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അവർ പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി മുന്നോട്ട് പോയാൽ മതി. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്താഗതികളായിരിക്കും പലപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുക. അത് ഈ പറയുന്ന പ്രോഗ്രാമിംഗിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്.
മണി എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്. ഈ രീതിയിലേക്കുള്ള ഒരു പ്രോഗ്രാമിംഗ് വരണം. സമ്പത്ത് എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല. ആ പ്രോഗ്രാമിംഗ് മാറണം നമ്മളുടെ. സമ്പത്ത് എന്ന് പറയുന്നത് എനിക്കും പറ്റും, എനിക്കും സാധിക്കും. അതിനനുസരിച്ച് ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഈ പറയുന്ന പോലെ സമ്പന്നനാവാൻ സാധിക്കും. സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കണക്റ്റഡ് ടു യുവർ സ്കിൽ. അല്ലാതെ ഇത് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ല. സമ്പത്ത് എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ സ്കിൽ. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ നിങ്ങൾക്ക് സമ്പന്നനാവാം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച ഫീലിങ്സും തോട്ട്സും ആറ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആവും. അതല്ല, നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റോറി പറയാറുണ്ട്. മൈ ഫാദർ വാസ് എ ബി ഡി വർക്കർ. എൻ്റെ ഫാദർ കാജ ബി ഡി കമ്പനിയിൽ ഒരു തൊഴിലാളിയായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അന്നൊക്കെ പലപ്പോഴും ഉപ്പയും അതുപോലെ എൻ്റെ ബ്രദേഴ്സ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ദേ ഡ്രൈവ് ലക്ഷറി കാർസ്. അവർ വളരെ ലക്ഷറി കാറാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരിക്കലും അത് സ്വപ്നം കാണാൻ കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഇതൊക്കെ സാധിക്കുമെന്നുള്ള ആ ഒരു പ്രോഗ്രാമിംഗ് വന്നപ്പോഴാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷറി കാർ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മണി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഇനി കുറച്ചും കൂടി അപ്പുറത്തേക്ക് നിങ്ങൾ കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇനി ഞാൻ ഉറങ്ങുന്ന സമയത്തും എനിക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കണം. അത്തരത്തിലൊരു സമ്പത്ത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അത്തരത്തിൽ അസെറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങളുടെ പോക്കറ്റിലേക്ക്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അസെറ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ഷാർപ്പായി തുടങ്ങി നടത്താം. സത്യത്തിൽ ലോകത്ത് രണ്ട് തരം ആൾക്കാരുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാരുണ്ട്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും സക്സസ്ഫുൾ അല്ലാത്ത ആളുകളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കറിയാം എന്താണ് വേണ്ടത്. അവർക്കറിയാം അവർക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്ന് അറിയാം. അതേസമയം ഒരുപക്ഷെ ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്ന ഏകദേശം 400ഓളം ആൾക്കാരുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റ് പേപ്പർ തന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ പെട്ടുപോകും നമ്മൾ, അല്ലേ? ഈ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ തപസ് ചെയ്ത് ദേവൻ പ്രത്യക്ഷപ്പെട്ടു, അപ്പൊ വരം ചോദിച്ചു. അപ്പൊ നമ്മുടെ മുന്നിൽ പെട്ടെന്നൊരു ദേവൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഭക്ത എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി പോകുന്നത്. കാരണം നമുക്ക് പലപ്പോഴും അറിയില്ല നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ സമ്പത്തിനോടുള്ള അല്ലെങ്കിൽ പണത്തിനോടുള്ള, മണി അല്ലെ, അതിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യം, മണി ഈസ് എൻ എനർജി. പണത്തിനൊരു അപാരമായ എനർജി ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും, അല്ലേ? എപ്പോഴും ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ എനർജി നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴോ, അല്ലേ? അപ്പൊ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് പല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ, ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ചില ആളുകൾക്ക് പണം കൊടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ പണം കൊടുക്കുമ്പോഴാണെങ്കിലും പണം വാങ്ങുമ്പോഴാണെങ്കിലും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻസോട് കൂടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണം നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിലും പണം നമ്മൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻസോട് കൂടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് വളരെ സിമ്പിൾ ആണ്. വി ലവ് മണി, ഐ ലവ് മണി. പണത്തിനെ നമ്മൾ സ്നേഹിക്കണം. പണത്തിനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം പണം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറ്റൊരാളുടെ പണത്തെ, മറ്റൊരാളുടെ സമ്പത്തിനെ, മറ്റൊരാളുടെ ഗ്രോത്തിനെ നമ്മൾ വെറുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് പണം നമ്മളിലേക്കുള്ള ഒഴുക്കിനെ മെല്ലെ മെല്ലെ തടയാൻ തുടങ്ങും. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ഒരു വളരെ കുറച്ച് സമയം സംസാരിക്കാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് പറയാണ്. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വെബിനാർ ഹാളിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ കടങ്ങളുണ്ടാവും. കടങ്ങൾ
അപ്പൊ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കടങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ, കടങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, അത് ഇത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കടങ്ങൾ നിങ്ങളിലേക്കുള്ള സമ്പത്തിനെ, അതിന്റെ ഒഴുക്കിനെ തടയും. മനസ്സിലാക്കുക. നിങ്ങൾ കടം കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ നിങ്ങളിലേക്കുള്ള ഒഴുക്കിനെ ആ കടങ്ങൾ തടയും. കാരണം കറണ്ടിൽ നിന്നാണ് കറൻസി ഉണ്ടായിട്ടുള്ളത്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലോ ചെയ്യും, അല്ലെ? നമുക്കറിയാം, ഇലക്ട്രിസിറ്റി എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താൻ കഴിയില്ല. ഒരു സ്ഥലത്ത് നമുക്ക് അതിനെ നിർത്താൻ സാധിക്കില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിലേക്ക് കുറെ പണം വന്നു. ഈ പണത്തിനെ നിങ്ങൾ ഒഴുക്കി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കാനുള്ളവർക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്കുള്ള ഒഴുക്ക് അവിടെ തടസ്സപ്പെടും. ഇപ്പൊ പണം വാങ്ങിച്ചിട്ട്, കടം വാങ്ങിച്ചിട്ട് പിന്നെ ആ കടം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് സ്മാർട്ട്നെസ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, സമ്പത്തിന്റെ മനഃശാസ്ത്രം, സമ്പത്തിന്റെ സീക്രട്ടിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പന്നമാവാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങളിലേക്കുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോ ബൈബിളിലാണെങ്കിലും പറയുന്നുണ്ട്, ഖുറാനിലാണെങ്കിലും പറയുന്നുണ്ട്. നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കടം നിർത്തിപ്പോകരുത്. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുള്ളത്, അദ്ദേഹത്തിന്റെ മുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറയും. കടം അത്രമാത്രം പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്റെ നിങ്ങളിലേക്കുള്ള ഒഴുക്കിനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്ററാണ് ഈ പറയുന്ന കടം എന്ന് പറയുന്നത്. അപ്പൊ കടം നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം. അത് ആരാണെങ്കിലും ശരി, അത് നിങ്ങളുടെ രക്തബന്ധമാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി, കടങ്ങൾ ഒരിക്കലും നമ്മൾ നിർത്തരുത്. കടങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ, നേരത്തെ പറഞ്ഞ പോലെ അതൊരു വലിയ പ്രശ്നമാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ഒരു ബ്ലോക്ക് നമ്മളിൽ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിംഗ് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന സംഭവമാണെങ്കിൽ, ഇത് അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമ്പത്തിനെ അട്രാക്ട് ചെയ്യുന്ന ചില പോയിന്റ്സുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, എഴുതി വെക്കാം. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഈ വെബിനാർ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പറ്റാവുന്ന ആളുകൾക്ക് എഴുതി വെക്കാം. അപ്പോൾ ഞാൻ ഓരോ പോയിന്റുകളായിട്ട് ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്പർ 1. അതിനു മുമ്പ് എല്ലാവരോടും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്, ശരിക്കും നമ്മൾ സമ്പന്നനാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും, എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സമ്പത്തിന്റെ ഒരു വലിയ ഒഴുക്ക് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്ത, നമ്മൾ പേഴ്സണലി റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ സമ്പത്തിനെ നമുക്ക് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത്. ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത്. അതായത് നിങ്ങൾക്ക് കൃത്യമായ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിലേക്ക് സമ്പത്തിന്റെ ഒഴുക്കിനെ കൂട്ടും. എന്ന് വെച്ചാൽ, എനിക്ക് എന്താണ് വേണ്ടത്, നേരത്തെ നമ്മൾ സംസാരിച്ചു. എനിക്ക് എന്താണ് വേണ്ടത്, എത്ര സമ്പത്ത് എനിക്ക് വേണം, ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് വേണം. കൃത്യമായ ക്ലാരിറ്റി വേണം. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പുസ്തകം ഞാൻ വായിച്ച സമയത്ത്, അദ്ദേഹം ഓരോ വർഷവും അദ്ദേഹത്തിന് വേണ്ട നേരത്തെ പറഞ്ഞ ആ ഫിനാൻഷ്യൽ വെൽത്ത്, മീൻസ് മണി, അതിന്റെ കൃത്യമായ ഒരു എമൗണ്ട് പോലും അദ്ദേഹം എഴുതി വെക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയും ക്ലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാമിംഗിൽ മാറ്റം വരും. പ്രോഗ്രാമിംഗിൽ മാറ്റം വന്നാൽ പിന്നെ അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഞാൻ അതിനാണ് ആ പോയിന്റ് ഞാൻ ആദ്യം സംസാരിച്ചത്. നിങ്ങളുടെ പ്രോഗ്രാമിംഗിൽ നിങ്ങൾ കൃത്യമായ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാരിറ്റി വേണം നമുക്ക്. കൃത്യമായ ഒരു ലക്ഷ്യബോധം നമുക്ക് വേണം. കൃത്യമായ ലക്ഷ്യബോധം എന്നതിലേക്കാണ് അപ്പുറത്ത് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ
ഡെഫിനറ്റ് ആണ് സമ്പത്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ 2024 എന്താണ് വേണ്ടത്, അടുത്ത 3 വർഷം കഴിയുമ്പോൾ എന്താണ് വേണ്ടത്, ക്ലാരിറ്റി വേണം. കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണ് എന്തായാലും മാറ്റങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. സോ ക്ലാരിറ്റി ലവ്സ് മണി, ക്ലാരിറ്റി ലവ്സ് വെൽത്ത്. ഓക്കെ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബഹുഭൂരിഭാഗം ആളുകളും അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് നോ വാട്ട് ദേ വാണ്ട്. അവർക്ക് അറിയില്ല എന്താണ് വേണ്ടതെന്നുള്ളത്, അവർക്ക് അറിയില്ല. അവരിങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിനൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, കൺഫ്യൂസ്ഡ് തോട്ട് നെവർ അട്രാക്ട് വെൽത്ത്. കൺഫ്യൂസ്ഡ് തോട്ട്സ്, വലിയ ആശയക്കുഴപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത്. ഓക്കെ, ഇനി ഈ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അതായത് ഞാൻ എന്തിനാണ് ഇത്രയും കാശ് വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാശ് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തി നോക്കുന്നുണ്ട്. എനിക്ക് എന്തിനാണ് ഇത്രയും പണം, എന്തിനാണ് എനിക്ക് ഇത്രയും പണം? വെറുതെ ഇന്ന് ഈ വെബിനാർ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ, കാരണം എല്ലാവരും വളരെ തിരക്കുള്ള ആൾക്കാരാണ്, സമയമുണ്ടെങ്കിൽ ഒരു പേപ്പറും പാൻ എടുത്തിട്ട് ഒന്ന് ഇരുന്ന് നോക്കുന്നുള്ളത്. എനിക്ക് എന്തിനാണ് ഇത്രയും പണം, അല്ലെങ്കിൽ എനിക്ക് എത്ര പണം വേണം, ഈ പണം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് കിട്ടും. ഓക്കെ, ഇതിനാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലാരിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സമയത്തിന്റെ പരിമിതി മൂലം കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് തോട്ട്സ്, അതായത് സമ്പത്തിനെ കുറിച്ചുള്ള വെൽത്ത് തോട്ട്സ്, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് ഉണ്ടാക്കും. സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ സമ്പന്നമായിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ സമ്പന്നമായിരിക്കണം. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും, പ്രശ്നങ്ങളിലായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായി മാറാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഈ പറയുന്ന റിച്ച്നെസ് വരും, നമ്മുടെ ചിന്തകളിൽ റിച്ച്നെസ് വരും. അപ്പൊ ഈ ചിന്തകളിൽ റിച്ച്നെസ് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതേസമയം പല ആൾക്കാരുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ജീവിക്കുന്നത് പരാതികളുടെ ഒരു കൂമ്പാരമായിട്ടാണ്. അപ്പൊ കംപ്ലൈനിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കംപ്ലൈനിങ് മോഡ് ഒരിക്കലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കി തരില്ല. അപ്പൊ റിച്ച്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റിച്ച്നെസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ റിച്ച്നെസ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് റിച്ച് ആവണ്ടേ, എന്നാലല്ലേ വരുള്ളൂ. മറ്റുള്ളവരെ റിച്ച്നെസ് കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ്, അവിടെയാണ് പോയിന്റ്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് അറിയില്ല, മറ്റൊരാളിൽ റിച്ച്നെസ് കാണുമ്പോൾ, മറ്റൊരാളിൽ ഗ്രോത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അസൂയോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡയറക്ട്ലി കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് യു ഹേറ്റ് മണി എന്നാണ്, യു ഹേറ്റ് വെൽത്ത്, യു ഹേറ്റ് ഗ്രോത്ത് എന്നാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ചിന്തകളിൽ, നമ്മുടെ തോട്ട് പാറ്റേണിൽ നമുക്ക് ആ സമ്പന്നത കൊണ്ടുവരാൻ നമുക്ക് കഴിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ വെൽത്ത് തോട്ട് അട്രാക്ട് മോർ വെൽത്ത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു സമ്പന്നത വേണം. അതാണ് നേരത്തെ പറഞ്ഞത്, ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. വാട്ട് യു ഹാവ് റൈറ്റ് നൗ, നിങ്ങളിൽ ഇപ്പോൾ എന്താണ് ഉള്ളത് അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റണം. സെയിം ടൈം നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ ഉള്ളതിൽ വലിയ സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് കൂടുതൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോഗ്രാമിംഗ് മാറും. അഗെയിൻ ഞാൻ അതിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരാണ്. ആ പ്രോഗ്രാമിംഗ് മാറും, നിങ്ങളുടെ ഫീലിങ്സ് മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആക്ഷനിലും ആ മാറ്റം വരും. സോ വെൽത്ത് തോട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് അടുത്ത പോയിന്റ് കൂടെ നമുക്ക് പറയാം. അത് വേറൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട് വെൽത്ത്, ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നന്ദിയുള്ളവരാകുന്നതാണ്.
എത്രമാത്രം നിങ്ങൾക്ക് നന്ദിയുള്ളവരാവാൻ കഴിയുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് സമ്പന്നരായി മാറാൻ സാധിക്കും. ഓർക്കുക, പണമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സമ്പന്നരാവുന്നില്ല. നമുക്ക് എല്ലാ തരത്തിലുമുള്ള സമ്പത്തും നമുക്ക് വേണം. 5 ഫോം നമ്മൾ പഠിച്ചു, അല്ലെ? 5 ഫോംസ് നമ്മൾ പഠിച്ചു. 5 രീതിയിലുള്ള ഫോംസ് നമുക്ക് വേണം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 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 ബിൽഡ് എ കൾച്ചർ, ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ കൾച്ചർ നമ്മൾ ഉണ്ടാക്കുക. എനിക്കറിയില്ല എത്ര പേരാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ വീടുകളിലുണ്ടോ എനിക്കറിയില്ല. നമ്മളുടെ ഭാര്യയോട് നമ്മൾ താങ്ക്സ് പറയാറുണ്ടോ? ഹസ്ബൻഡിനോട് താങ്ക്സ് പറയാറുണ്ടോ? കുട്ടികളോട് താങ്ക്സ് പറയാറുണ്ടോ? നമ്മുടെ ടീച്ചേഴ്സിനോട് താങ്ക്സ് പറയാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട് വെൽത്ത്. നന്ദിയുള്ളവരാവാം നമ്മൾ. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമിന് ശേഷം കഴിക്കാൻ ഭക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് യു ആർ വെരി 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 ലക്കി ആൻഡ് യു ആർ വെരി സ്പെഷ്യൽ. നന്ദി പറയണ്ടേ നമ്മൾ? ശരിക്കും നന്ദി പറയണ്ടേ? ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഇപ്പം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനോട് നിങ്ങൾ നന്ദി പറയാൻ തയ്യാറാവും. ഇപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളിലുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്തുന്നേ. അതിൽ മാറ്റം വന്ന, കമ്പ്യൂട്ടറിൽ മാറ്റം വന്ന പിന്നെ പ്രിന്ററിന്റെ പണി പ്രിന്റർ ഈസി ആയിട്ട് ചെയ്തോളും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ സമ്പത്ത് വരുന്നതാണ്. നോ, ആക്ഷൻ എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് എ പ്രിന്റർ. നമ്മൾ ശരിക്കും നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ്, വാല്യൂസ്. വാല്യൂസ്, വാല്യൂ ക്രിയേറ്റ് വെൽത്ത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകളിൽ നിങ്ങൾ എത്രമാത്രം എഫക്റ്റ്, ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം അവരുടെ ജീവിതത്തിൽ ഓപ്പണിങ്സ് ഉണ്ടാവുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കും. മനസ്സിലായോ? എത്രമാത്രം ആളുകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ അത്രമാത്രം ആളുകൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ബി എ വാല്യൂ ആഡിങ് പേഴ്സൺ. നമ്മൾ എപ്പോഴും ഒരു വാല്യൂ ആഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ എത്രമാത്രം വാല്യൂ കുട്ടികൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എത്രമാത്രം വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുക. അതിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം. എത്രമാത്രം വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എത്രമാത്രം വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ വാല്യൂ അഡീഷനെ കുറിച്ച് ആലോചിക്കുക. കാരണം വാല്യൂ അഡീഷൻ അട്രാക്ട് വെൽത്ത്. വാല്യൂ, മൂല്യം ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ പറയുന്ന പോലെ സമ്പത്ത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ കുറച്ചും കൂടെ മൂല്യം കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് ആ ഒരു വൗ ഫീലിംഗ് ജനറേറ്റ് ചെയ്യും. അവർ അവരുടെ സ്വന്തം ബ്രാൻഡായിട്ട് കാണാൻ തുടങ്ങും. അവർ നിങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങും, അവർ വാദിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് അട്രാക്ട് വെൽത്ത്. വാല്യൂസ് നമ്മൾ ശരിക്കും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും അതുപോലെ നമ്മുടെ മേഖല ഏതാണെങ്കിൽ അവിടങ്ങളിലൊക്കെ നമ്മൾ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്കിൽ അട്രാക്ട് വെൽത്ത്. സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്കില്ലാണ്. അപ്പൊ സ്കില്ല് നമുക്ക് മാക്സിമം നമുക്ക് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് എ മിനിറ്റ്,
സമ്പത്ത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ സ്കിൽ ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ്. പുതിയ സ്കില്ല് നിങ്ങൾക്കൊരു പുതിയ ആത്മവിശ്വാസം ഉണ്ടാക്കും. ഇപ്പൊ ഇതുവരെ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇതുവരെ കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ കുക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പുതിയ കോൺഫിഡൻസ് കിട്ടും. ഇതുവരെ അക്കൗണ്ടിങ് അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പുതിയ കോൺഫിഡൻസ് കിട്ടും. എന്നാൽ ഹൈ ഇൻകം സ്കിൽ ഗിവ്സ് യു ഫിനാൻഷ്യൽ കോൺഫിഡൻസ്. ഹൈ ഇൻകം സ്കിൽ ഗിവ്സ് യു ഫിനാൻഷ്യൽ കോൺഫിഡൻസ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് വളരാൻ സഹായിക്കുന്ന ഹൈ ഇൻകം സ്കില്ലുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പലതരത്തിലുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇറ്റ്സ് എ ഹൈ ഇൻകം സ്കിൽ. കോഡിംഗ്, ഇറ്റ്സ് എ ഹൈ ഇൻകം സ്കിൽ. ഇത്തരത്തിലുള്ള പല മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ഹൈ ഇൻകം സ്കില്ലുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഹൈ ഇൻകം സ്കിൽ ഗിവ്സ് യു ഫിനാൻഷ്യൽ കോൺഫിഡൻസ്. ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് സമ്പത്ത് ആകർഷിക്കാൻ തുടങ്ങും. കോപ്പി റൈറ്റിംഗ് ഒരു ഫിനാൻഷ്യൽ സ്കില്ലാണ്, ഹൈ ഇൻകം സ്കില്ലാണ്. ഡയറക്ട് സെല്ലിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ടാക്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ ഇന്ന് നന്നായിട്ട് അമ്പോസ് ചെയ്തു വരുന്നു. കോഡിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ടെക്നോളജി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സ്കില്ലുകൾ ഇന്ന് ഈ പറയുന്ന ഹൈ ഇൻകം സ്കില്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്കിൽ അട്രാക്ട് വെൽത്ത്. അപ്പൊ നമ്മുടെ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സ്കിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, സ്കില്ല് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അതിലൊരു എക്സ്പേർട്ട് ആവണം. അല്ലാതെ വെറുതെ ഒരു സ്കിൽ അറിയാമെന്ന് പറയണതല്ല കാര്യം. അൺടിൽ യു ബിക്കം എൻ എക്സ്പേർട്ട്, നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് ആയിട്ട് മാറണം. ഫോർ എക്സാമ്പിൾ, ട്രെയിനിങ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്, കോച്ചിങ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്, പബ്ലിക് സ്പീക്കിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇപ്പൊ തന്നെ ഞാൻ കുറേ ഹൈ ഇൻകം സ്കില്ലുകൾ ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള പല സ്കില്ലുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് കുക്കിംഗ് എന്ന് പറയുന്ന പോലും ഹൈ ഇൻകം സ്കില്ലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കുക്കിംഗ് മാത്രം ചെയ്ത് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് കേരളത്തില് മാസം 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ കുക്കിംഗ് പോലും ഒരു ഹൈ ഇൻകം സ്കില്ലാക്കി വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സന്തോഷമായല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നിങ്ങളിൽ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലവ് വാട്ട് യു ഡു വാട്ട് യു ലവ്. ചെയ്യാൻ ഇഷ്ടമുള്ളതും ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാൻ തോന്നുന്നതുമായ എന്തെങ്കിലുമൊക്കെ സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കുകയും അതിലൊരു എക്സ്പേർട്ട് ആവാനും നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അട്രാക്ട് വെൽത്ത്. ഓക്കെ. അപ്പോൾ ഇതാണ് 5ാമത്തെ പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെൽഫ് വർത്ത്. അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വൈബ്രേഷൻ ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ലൊക്കേഷൻസ്, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ ഞാൻ ഇവിടെ എത്തിയല്ലോ, അല്ലെ, ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയല്ലോ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ എത്തിയല്ലോ, ഈ പൊസിഷനിൽ ഞാൻ എത്തിയല്ലോ, എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില പ്രത്യേക ഒക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ ലൊക്കേഷൻസ് ആവാം, ഒക്കേഷൻ സന്ദർഭങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസസ് ആവാം. എവിടെങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും, ഐ എം സോ പ്രിവിലേജ്ഡ്, ഞാൻ വളരെ പ്രിവിലേജ്ഡ് ആണ്, എനിക്ക് എന്തോ സംതിങ്, എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്, ഞാൻ ഇവിടെ എത്തി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളിൽ തോന്നുന്ന ഒരു മൂല്യമുണ്ട്. അതാണ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്താ ഇങ്ങനെ ആയത്, ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ആയിപ്പോയത്, എനിക്കൊന്നൊരു കാര്യമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമ്പത്ത് നിങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ച് പോകും. മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഡൗൺ ആയി, നിങ്ങൾക്ക് അതനുസരിച്ച ഫീലിങ്സ് ആണ് വരുന്നത്, അതനുസരിച്ചിട്ടുള്ള ചിന്തകളാണ് വരുന്നത്, അതനുസരിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു വർത്ത് ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സാന്ദർഭികമായിട്ട് പറയാണ്, എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡൗൺ ആവണമെന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂല്യം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നിങ്ങൾ പുറത്തിറങ്ങണം. വീട്ടിലിരിക്കരുത്, എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം. പറ്റെങ്കിൽ വല്ല മോളിൽ പോകണം, കുറച്ചും കൂടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് പോകണം. ആ ഒരു വർത്ത് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം.
കാരണം സമ്പത്തിന്റെ ഒഴുക്ക്, നിങ്ങളിലേക്കുള്ള ഒഴുക്കിനെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പൊ സെൽഫ് വർത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചും ചിന്തിക്കാം. ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങൾക്ക് തന്നെ തോന്നുമോ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ലീവ് ഫ്രം ദാറ്റ് പ്ലേസ്, ലീവ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ, ലീവ് ഫ്രം ദാറ്റ് ഒക്കേഷൻ, ലീവ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. അവിടെ നിൽക്കാൻ പാടില്ല. കാരണം ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ തോന്നുന്ന ആ ഒരു മൂല്യമുണ്ടല്ലോ, അത് വളരെ 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 ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതാണ് 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ പോയിന്റ്, ദിസ് ഈസ് സോ ഇമ്പോർട്ടന്റ്. മാസ്റ്റർ മൈൻഡ് അട്രാക്ട് വെൽത്ത്. എന്താണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂത്രധാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മളെ കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ മെന്റേഴ്സ്, നമുക്ക് നല്ല അസോസിയേഷൻസ്, നമുക്ക് ശരിക്കും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് വേണം. അത് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് ഒരു മെന്റർ നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ അസോസിയേഷൻസ് നമുക്ക് വേണം. സ്വാഭാവികമായിട്ടും അത് നമ്മളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ആ ഒരു മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നമുക്ക് വേണം. നമുക്കൊരു സൂപ്പർ റിച്ച് ആവാനൊക്കെ ഈ പറയുന്ന മാസ്റ്റർ മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ല അസോസിയേഷൻ വേണമെന്നും നല്ല മെന്റേഴ്സ് നമുക്ക് വേണമെന്നൊക്കെ നമ്മൾ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, മാസ്റ്റർ മൈൻഡ്. ഓക്കെ, ദെൻ 8ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് വേർഡ്സ് അട്രാക്ട് വെൽത്ത്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അറിഞ്ഞോ അറിയാതെയോ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംസാരം, സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംസാരം, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതേ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നതല്ല, ഇതിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നതല്ല, അല്ലെ? ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ സമ്പത്തിനെ കുറിച്ച്, പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഓരോ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും സമ്പത്തിനെ നമ്മളിൽ നിന്ന് അകറ്റുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കാശുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ കമന്റുകൾ, ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര എന്തോ ഉടായ്പാണ്, പിന്നെ കുറെ കാശുണ്ടായിട്ടാണോ കാര്യം, എല്ലാവർക്കും കാശ് കിട്ടിയിട്ടാ, കാശുണ്ടെങ്കിൽ എല്ലാം, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആദർശങ്ങളൊക്കെ നമ്മൾ പറയും. സത്യത്തിൽ എന്താണ്? കാശ് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ അമർഷവും ഈർഷ്യയും ഫ്രസ്ട്രേഷനുമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടിരിക്കും തോറും സമ്പത്ത് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഗ്രാമിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. ആ പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ തോട്ട് പാറ്റേൺ എത്രമാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സമ്പത്തിലേക്കുള്ള കറക്റ്റ് ട്യൂണിങ് ആ പ്രോഗ്രാമിങ്ങിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ എത്തും, കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തും, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരും. ഇതുകൊണ്ടാണ് ലോകത്ത് സമ്പന്നരായിട്ടുള്ള പല ആളുകളും പറയുന്നത് മണി മേക്കിംഗ് ഇസ് എ ഗെയിം, വെൽത്ത് ബിൽഡിംഗ് ഇസ് എ ഗെയിം. അതൊരു ഗെയിമാണ് ആക്ച്വലി. അത് കൃത്യമായിട്ട് നമ്മളൊന്ന് ട്യൂൺ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ മേഖലകളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്ഷൻസ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ സൂക്ഷിക്കുക. നമ്മൾ മാത്രമല്ല, ഇപ്പൊ ഇവൻ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പോലും പണത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ, അതായത് പണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പണത്തിന് നിങ്ങളുടെ ഒരു കാമുകനായിട്ടോ കാമുകിയായിട്ടോ ഒക്കെ നിങ്ങൾ കാണണം. സമ്പത്തിന് അത്രയും ഒരു ഇഷ്ടം നിങ്ങൾക്ക് വേണം. റെസ്പെക്ട് ചെയ്യണം, സമ്പത്തിനെ റെസ്പെക്ട് ചെയ്യണം. ഒരിക്കലും പണത്തിന് നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. റെസ്പെക്ട് മണി, എപ്പോഴും പണത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ക്രാക്ക് ഉണ്ടാക്കും. ഒരിക്കലും നമ്മൾ കാശിനെ കുറിച്ച് ഒരു ബാഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്യരുത്. ഇതൊക്കെ നമ്മളിൽ നിന്ന് സമ്പത്തിനകറ്റും. അപ്പോൾ വേർഡ്സ്, പവർഫുൾ വേർഡ്സ് അട്രാക്ട് പവർഫുൾ വെൽത്ത്. എത്രമാത്രം നമുക്ക് നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത്രമാത്രം സമ്പത്ത് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. സോ വേർഡ്സ് അട്രാക്ട് വെൽത്ത്. അടുത്ത പോയിന്റ് പറയാനുള്ളത് ഫെയിം അട്രാക്ട് വെൽത്ത്. പ്രശസ്തി നിങ്ങളിലേക്ക് സമ്പത്തിനെ. അപ്പൊ പല ആളുകളും ചോദിക്കും, ഇതിപ്പോ എങ്ങനെയപ്പോ നമ്മൾ പ്രശസ്തിയാവുക? പറയാനുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹൈ ഇൻകം സ്കിൽ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഹൈ ഇൻകം സ്കില്ലിൽ ഫോക്കസ് ചെയ്യാം. അവിടെ നിങ്ങൾ മാസ്റ്റർ ആവണം, നിങ്ങൾ എക്സ്പേർട്ടൈസ് ചെയ്യണം.
ആൻഡ് യു ക്യാൻ ബി എ മൈക്രോ സെലിബ്രിറ്റി. നിങ്ങൾ അവിടെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ മാറും. ഇന്ന് നമുക്ക് വളരെയധികം മീഡിയാസ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾ മെല്ലെ 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 നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ തുടങ്ങും. നേരത്തെ നമ്മളിവിടെ സംസാരിച്ചു, നിങ്ങൾ വാല്യൂ ആഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വാല്യൂ കൂടും. ഒരു വാല്യൂ അഡീഷന്റെ ഭാഗമാണ് ഇന്ന് ഈ ഒരു ഫ്രീ വെബിനാർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്രീ പ്രോഗ്രാം ബിക്കോസ് ഐ എം ആഡിങ് മോർ വാല്യൂ. ബിക്കോസ് നമ്മളൊരു പുതിയൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്, വെൽത്ത് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് അതൊരു വേൾഡ് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ വെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് അതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബിസിനസ്, നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, ഏത് മേഖലയിലുള്ള ആണെങ്കിലും, ഏത് പ്രൊഫഷണൽ ആളാണെന്നെങ്കിലും ഇതുപോലെയുള്ള കുറച്ച് വാല്യൂ അഡീഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വാല്യൂ അഡീഷൻ തന്നെയാണ് ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഓൺ യുവർ ഹൈ ഇൻകം സ്കിൽ ആൻഡ് ഫോക്കസ് ഓൺ വാല്യൂസ്. ബി എ വാല്യൂ ആഡഡ് പേഴ്സൺ. എപ്പോഴും വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മാക്സിമം കൂട്ടിക്കൊണ്ടേയിരിക്കുക. ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൈക്രോ സെലിബ്രിറ്റി ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ഇൻഫോമറിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും, എന്നാൽ എക്സ്പേർട്ടൈസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സഹായിക്കാം. വാല്യൂ ആഡ് ചെയ്യൂ. ബീയിങ് എൻ ഇൻഫ്ലുവൻസർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഫെയിം അട്രാക്ട് വെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ഈ പറയുന്ന റിച്ച് ആൻഡ് ഫേമസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്കും എത്താൻ നമുക്ക് സാധിക്കും. 10ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് അട്രാക്ട് വെൽത്ത് എന്നാണ്. പ്ലേസ് അട്രാക്ട് വെൽത്ത്. ഏറ്റവും നല്ല സ്ഥലങ്ങൾ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അത് എക്സ്പെൻസീവ് ആവണം അല്ലെങ്കിൽ വളരെ ലക്ഷറി ആവണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു റെസ്പെക്ട് തോന്നുന്ന, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വർത്ത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഓഫീസ് ആണെങ്കിലും അത് ആ ഒരു പ്ലേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും, നിങ്ങളുടെ വീട്ടിലൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും എല്ലാ സമയത്തും നിങ്ങൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ പ്ലേസിന് അതിനൊരു വൈബ്രേഷൻ ഉണ്ടായിരിക്കണം. അതിന് ശരിക്കും, അതായത് അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരാൻ പാടില്ല. നിങ്ങളുടെ മീറ്റിംഗ് റൂംസ് ആവാം, നിങ്ങളുടെ മേ ബി ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാവാം. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്തിരുന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ആ സ്ഥലം പോലും അതിന് പോലും പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പറയുന്ന ഒരു വെൽത്ത് ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ ഓഫീസ് അങ്ങനെ ആയിരിക്കണം, മീറ്റിംഗ് പ്ലേസസ് അങ്ങനെ ആയിരിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാണ്, ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ മീറ്റ് ചെയ്യാണ്, ആസ് എ ബിസിനസ് പർപ്പസ് ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയന്റ് മീറ്റിംഗിൽ നിങ്ങൾ പോവാണ്. ഇവിടെ ഒക്കെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ചോയ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഒരു വളരെ ഒരു മോശം സ്ഥലത്തിരുന്നിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ പ്ലേസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലേസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 11ാമത്തെ പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11ാമത്തെ പോയിന്റ്, ഫ്രീ ഓഫ് ഗിൽറ്റ്. അതായത് ശരിക്കും ഇതിനെ നമുക്ക് മലയാളത്തിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം നമ്മൾ പറയുള്ളൂ സെൽഫ് എസ്റ്റീം എന്ന് പറയും. അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അപാരമായൊരു ചിന്താഗതി, ഫ്രീ ഓഫ് ഗിൽറ്റ്. ഞാൻ ചെയ്യുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്, ഞാൻ ചെയ്യുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ആണ്, ഞാൻ ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പ്രൊഫഷൻ ആണ്, ഐ ആം ദ ബെസ്റ്റ്, മൈ ബിസിനസ് ഈസ് ബെസ്റ്റ്. അല്ലാതെ ഉള്ളിൽ നമ്മളൊരു ഗിൽറ്റ് ഫീലിംഗ് വെച്ചിട്ട് ഓ ഇത് ശരിയാവില്ല, ഇത് മോശമാണ്, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കിത് സാധിക്കില്ല. നോ, ഈ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ അഗെയിൻ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യും. പല ആളുകൾക്കും ഇതാണ് പ്രശ്നം, അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. ദേ കാൻ ഏബിൾ ടു ലവ് ദെയർ ബിസിനസ്. അവർക്ക് അവരുടെ ബിസിനസ്സിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ പ്രൊഫഷനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അവര് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവർ രാവിലെ ജോലിക്ക് പോകുന്നത്, ബിസിനസ്സിന് പോകുന്നത്. അവരുടെ ഉള്ള ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. ആ ഗിൽറ്റ് ഫീലിംഗ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ മൈ ബിസിനസ് ഈസ് ബെസ്റ്റ്, മൈ പ്രൊഫഷൻ ഈസ് ബെസ്റ്റ്,
ഞാൻ ഈ പറയുന്ന സ്കില്ലിൽ ഞാനൊരു നല്ല എക്സ്പേർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കതിൽ നല്ല കഴിവുകളുണ്ട്. എനിക്ക് നന്നായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഐ ആം ദ ബെസ്റ്റ്. ആ ഒരു സെൽഫ് എസ്റ്റീം അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകൾക്കും ആ ഒരു ഗിൽറ്റിൽ നിന്ന് ഫ്രീ ആവാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഈ പറയുന്ന സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും വരിക, അതിനനുസരിച്ചുള്ള റിസൾട്ട്സ് ആയിരിക്കും വരിക. സോ ഡിയർ ഫ്രണ്ട്സ്, ഇത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ 11 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പോയിന്റ്. ഇതാണ് ശരിക്കും നമ്മളിൽ ഈ പറയുന്ന സമ്പത്തിനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് ആക്ഷൻ അട്രാക്ട് വെൽത്ത്. പച്ച മലയാളത്തിൽ പറഞ്ഞ പണിയെടുക്കണം. നിങ്ങൾ ഏത് മേഖലയിലുള്ള വ്യക്തിയാണെങ്കിലും ശരി, നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഈ 11 സീക്രട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ദ 12th സീക്രട്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. ആക്ഷൻ അട്രാക്ട് വെൽത്ത്. കൃത്യമായിട്ട് നമ്മൾ അതിന് ചില അജണ്ടകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ആക്ഷൻ TNT എന്ന് പറയും. എന്ന് വെച്ചാൽ ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. പല ആളുകളുടെയും പ്രോബ്ലം എന്താണ്? ഇന്ന് ചെയ്യാനുള്ള കാര്യം നാളെ ചെയ്യും, നാളെ ചെയ്യാനുള്ള കാര്യം മറ്റന്നാൾ ചെയ്യും. പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുക. ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഈ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. അപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വളരെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ആക്ഷനാണ് നമുക്ക് വേണ്ടത്. പ്രീ പ്ലാൻഡ് പ്രോ ആക്റ്റീവ്. പ്രീ പ്ലാൻഡ് പ്രോ ആക്റ്റീവ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആക്റ്റീവായിട്ട് കാര്യമല്ല, പ്രോ ആക്റ്റീവ് ആവണം. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുൻപ് തന്നെ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നേരത്തെ തന്നെ എങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. പ്രീ പ്ലാൻ ആൻഡ് പ്രോ ആക്റ്റീവ്. വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ആക്ഷൻ ശരിക്കും നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. ഫാസ്റ്റ് ആക്ഷൻ വേണം, പ്രീ പ്ലാൻഡ് ആക്ഷൻ വേണം, പ്രോ ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ. ദെൻ ആക്ഷൻ ഫോർ ഫ്യൂച്ചർ. ചിലപ്പോൾ നിങ്ങളുടെ മേഖലയിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ ഈ മാസമോ ആയിരിക്കില്ല റിസൾട്ട് വരുന്നത്. ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിരിക്കും, പക്ഷെ ചില ആളുകൾക്ക് ചിലപ്പോൾ ലോങ് ടൈമിലായിരിക്കും റിസൾട്ട് വരിക. സോ ആക്ഷൻ ഫോർ ഫ്യൂച്ചർ. ചില ആളുകൾ ചിലപ്പോൾ ആദ്യത്തെ 1-2 വർഷം, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ബിലോങ്സ് ടു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2-3 വർഷം എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. സോ പക്ഷെ പിന്നീട് അത് ഫ്യൂച്ചറിലേക്ക് ഒരു അപാരമായ വെൽത്ത് തരുന്ന രീതിയിലേക്ക് എനിക്ക് അതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. സോ ആക്ഷൻ ഫോർ ഫ്യൂച്ചർ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. ആക്ഷൻ ടുഡേ നോട്ട് ടുമാറോ. യെസ്. ആക്ഷൻ ഫാസ്റ്റ്. ഫാസ്റ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ പഠിക്കണം. പ്രീ പ്ലാൻഡ് ആക്ഷൻ നമുക്ക് വേണം. പ്രോ ആക്റ്റീവായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റണം. ദെൻ ലാസ്റ്റ് നമ്മൾ സംസാരിച്ച കാര്യം ആക്ഷൻ ഫോർ ഫ്യൂച്ചർ. നാളേക്ക് വേണ്ടി നമുക്ക് ആക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇങ്ങനെ 12 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. സമ്പത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മണി ഫ്ലോസ് ലൈക്ക് എ കറണ്ട്. അതായത് കറണ്ട് പോലെ അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ആ പൈപ്പ് നമ്മളിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും. ഇത് പറയുന്ന സമയത്ത് എനിക്ക് എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ചിരിച്ചിട്ടാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്? ഓക്കെ, എല്ലാവരും ചിരിച്ചിട്ടാണല്ലോ അല്ലേ? ഹാപ്പി ആണല്ലോ? ഓക്കെ. ഒന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിലേക്ക് മെല്ലെ നമുക്ക് ഫോക്കസ് ചെയ്യിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഹുഭൂരിഭാഗം ആൾക്കാരും ദരിദ്രരായി തുടരുന്നതിന്റെ കാരണം
മണിയെ കുറിച്ചുള്ള, സമ്പത്തിനെ കുറിച്ചുള്ള കുറെ റോങ് ബിലീഫ്സ് അവരുടെ ഉള്ളിലുണ്ട്. റോങ് ബിലീഫ്. ഈ റോങ് ബിലീഫ് അവരെ കൊണ്ട് എപ്പോഴും ചെയ്യിപ്പിക്കുന്നത് റോങ് ആക്ഷൻസ് ആയിരിക്കും. എപ്പോഴും റോങ് ആക്ഷൻസ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാണ്. മണി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ആണെന്നും, അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നവരുടെ കൂടെയും സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് മണി എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം നിങ്ങൾ സമ്പത്തിനെ വെറുക്കുന്നു, എത്രമാത്രം നിങ്ങൾ മണി വെറുക്കുന്നുവോ, അത്രമാത്രം നിങ്ങൾ അകന്നു പോകും. എത്രമാത്രം നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു, അത്രമാത്രം നിങ്ങളിലേക്ക് വരും. എത്രമാത്രം ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, അത്രമാത്രം നിങ്ങളിൽ നിന്ന് പോകും. എത്രമാത്രം നിങ്ങളത് അറിഞ്ഞു കൊടുക്കുന്നുവോ, അത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. എത്രമാത്രം അറിഞ്ഞു കൊടുക്കുന്നുവോ, അത് നിങ്ങളിലേക്ക് വരാൻ. അറിഞ്ഞു കൊടുക്കുന്നത് എന്തും നിങ്ങൾക്ക് അതിന്റെ ഒരു പക്ഷെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ നിങ്ങൾക്ക് തിരിച്ചു വരും. അത് പണമാണെങ്കിലും ശരി, അറിവാണെങ്കിലും ശരി. പണമാണെങ്കിലും ശരി, അറിവാണെങ്കിലും ശരി, എത്രമാത്രം നിങ്ങൾ കൊടുക്കുന്നുവോ അത്രമാത്രം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, കൊടുക്കുന്ന സമയത്തും വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് വേണം. അത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ മണി കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ മണി കയ്യിലിരിക്കുന്നത് മണിക്ക് പോലും ഇഷ്ടമല്ല. ബിക്കോസ് മണി ലൈക്സ് പർപ്പസ്. മണി ലൈക്സ് പർപ്പസ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറെ കാശുണ്ട്, പക്ഷെ നിങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനത്തെ കുറെ കോടീശ്വരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. മണി ലൈക്ക് പർപ്പസ്. അത് ഒരു ഉദ്ദേശം വേണം. അപ്പോഴാണ് ശരിക്കും അതിന് വാല്യൂ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, നിങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ല. ആ 10 ലക്ഷത്തിന് ഒരു വാല്യൂ ഇല്ല. അതേസമയം നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിന് നിങ്ങൾ ശരിക്കും നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. ആലോചിച്ച് നോക്കാം അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടില് മണി അല്ലെങ്കിൽ സമ്പത്ത്, അതിന് പോലും ദേവന്മാരും ദേവിമാരും പോലും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത്രയും ഒരു 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 വലിയൊരു ഒരു കോൺസെപ്റ്റാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പകാലങ്ങളിലൊക്കെ പണത്തെക്കുറിച്ച്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, സമ്പത്തിനെ കുറിച്ചും പണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് റോങ് ബിലീഫ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ട്യൂണിങ് നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. നോ പ്രോബ്ലം, നമുക്കത് മെല്ലെ 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 കറക്റ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഈ പറയുന്ന വെൽത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് സമ്പത്തിനെ കുറിച്ചൊരു ഒരു 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 അവബോധം ഉണ്ടാക്കുക. സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ക്രിയേറ്റിംഗ് വെൽത്ത്, അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു 10-12 പോയിന്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യം, സമ്പത്ത് ഒരിക്കലും ഷോർട്ട് കട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഷോർട്ട് കട്ടിലൂടെ അതൊരിക്കലും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ആ സമ്പത്ത് ഒരിക്കലും നിങ്ങളിൽ നിൽക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ അലൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ there are some secrets. ഇത് ആ പറയുന്ന ഒരു 10-12 സീക്രട്ടുകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ വരാനുള്ള ഒരു സിമ്പിൾ എക്സസൈസ് കൂടെ ഞാൻ പറയാം. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് മണി അഫർമേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മണി അഫർമേഷൻസ് മീൻസ്, ഇപ്പൊ ഞാൻ പലപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണി അഫർമേഷൻസ് എന്ന് പറയുന്നത്, മൈ വെൽത്ത് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ്, മൈ വെൽത്ത് ഈസ് കോൺസ്റ്റന്റ്ലി മൾട്ടിപ്ലൈങ്. എൻ്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മണി ഫ്ലോസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ഇനഫ് മണി ആൻഡ് ഫ്രീഡം. എനിക്ക് നല്ല സമ്പത്തും സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മണി മന്ത്രാസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ സ്ക്രീൻ സേവർ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. ഐ എം എൻജോയിങ് ഹാപ്പിനെസ് എവറി ഡേ, ഐ എം അച്ചീവിങ് മൈ ഫിനാൻഷ്യൽ ഗോൾസ് എവറി ഡേ. ഇങ്ങനെയുള്ള മണി അഫർമേഷൻസ്, മണി ഗോൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് എവറി ഡേ. അത് നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ നേരത്തെ പറഞ്ഞ മണി പ്രോഗ്രാമിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. മണി പ്രോഗ്രാമിംഗ്, ഈ മണി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വെൽത്ത് പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾക്ക് വെൽത്ത് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ വെൽത്ത് തോട്ട്സിൽ നിന്നാണ് നിങ്ങൾക്ക് വെൽത്ത് ആറ്റിറ്റ്യൂഡ് വരുന്നത്. വെൽത്ത് ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് വെൽത്ത് ആക്ഷൻസ് വരുന്നത്. Then wealth actions gives you a wealthy lifestyle. ഞാൻ ഒന്നുകൂടെ പറയാം. Wealth programming gives you wealth attitude. Wealth attitude gives you wealth
thoughts. Wealth thoughts gives you wealth actions, then wealth actions gives you wealthy lifestyle. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു വെൽത്തി ലൈഫ് സ്റ്റൈൽ വിഷ് ചെയ്യുന്നു. എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് നമുക്ക് നിങ്ങൾ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഒരു ലൈക്ക്. ഓക്കെ, താങ്ക് യു. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. എല്ലാവരും താങ്ക്സ് മെസ്സേജ് ആണ് കൂടുതൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. റിന്യൂ പ്രോഗ്രാമിന് ശേഷം കുറെ ആളുകൾ എന്നോട് അടുത്ത പ്രോഗ്രാം എന്താണ് സാർ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ നമ്മൾ ഇതുവരെയും പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അത് അറിയിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞാൽ വീണ്ടും സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള ഫ്രീ സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു. ഒരു വെൽത്തി ലൈഫ് സ്റ്റൈൽ വിഷ് ചെയ്യുന്നു. ഇന്നത്തെ വെബിനാർ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും നമുക്ക് കാണാം. സോ താങ്ക് യു. ബൈ.